CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. അരിയന്നൂരിൽ മോഷണം. വീടിനുള്ളിലെ അലമാരയിൽ സൂക്ഷിച്ച 10 പവനോളം സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടാവ് കവർന്നു. മൈത്രി കല്യാണ മണ്ഡപത്തിന് സമീപം പോക്കാക്കില്ലത്ത് കുഞ്ഞി മുഹമ്മദിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ മോഷണം നടന്നത്. നിരീക്ഷണ ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ വ്യക്തമായി പതിഞ്ഞിട്ടുള്ളതിനാൽ എത്രയും വേഗം മോഷ്ടാവിനെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് വൈദ്യുതി ലൈനിലേക്ക് മറിഞ്ഞുവീണ് കുന്നംകുളം ചെറുവത്താനി റോഡിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി തൂണുകളും കമ്പികളും റോഡിലേക്ക് പൊട്ടിവീണതിനെ തുടർന്ന് പ്രദേശം അപകടഭീതിയിലായി. തിരുവത്ര പുത്തൻ കടപ്പുറത്ത് ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. ചാവക്കാട് നഗരസഭ 33-ാം വാർഡ് ചീനിച്ചുവടിൽ താമസിക്കുന്ന തണിതുറക്കൽ അബൂബക്കറിന്റെ വീടിനാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. കണ്ണൂരിൽ പോലീസ് ജീപ്പ് മോഷ്ടിച്ച സംഭവത്തിൽ തൊഴിയൂർ സ്വദേശി അറസ്റ്റിൽ. ഹംസത്തിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് സൈബർ സെല്ലിന്റെ ജീപ്പ് കവർന്നത്. സംശയം തോന്നിയ നാട്ടുകാർ പ്രതിയെ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറുകയായിരുന്നു. ആവേശം അലതല്ലി പാവർട്ടിയിൽ ഇടതുമുന്നണിയുടെ വിജയാഹ്ലാദം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണലൂർ നിയോജകമണ്ഡലത്തിലെ LDFന്റെ വിജയത്തിൽ ആഹ്ലാദം പങ്കുവച്ച് പാവർട്ടിയെ ചെങ്കടലാക്കിയാണ് പ്രകടനം നടന്നത്. പന്നിത്തടത്ത് ലോറി മറിഞ്ഞ അപകടം. പെരുമ്പാവൂരിൽ നിന്നും പട്ടാമ്പിയിലേക്ക് പഴയ ഇരുമ്പ് കമ്പികൾ കയറ്റി വന്നിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ലോറി ഡ്രൈവർ പെരുമ്പാവൂർ സ്വദേശി പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വേലൂർ കാർത്തിയായനി ക്ഷേത്രത്തിൽ കൊടിമരത്തിനുള്ള ഒരുക്കങ്ങളാകുന്നു. ധ്വജസ്തംഭത്തിന് ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളിലെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അനുബന്ധ ഘടകമായ പഴഞ്ഞി മർച്ചന്റ്സ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കലും നടന്നു. കടവല്ലൂർ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.